ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന നമ്മുടെ 102ാമത് സംസ്ഥാന ജനറൽ കൺവെൻഷൻ്റെ 5ാമത്തെ രാത്രിയിലെ സമാപന സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ ബഹുമാനായ ഓവർസർ, അസിസ്റ്റന്റ് ഓവർസർ, സെക്രട്ടറി, ഏഷ്യൻ സൂപ്രണ്ടന്റ്, മറ്റ് എനിക്ക് മുമ്പായി ശുശ്രൂഷിച്ച ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. വളരെ ശക്തമായ ഒരു തീം നമ്മുടെ ഓവർസർ വൈറജി പാസ്റ്ററുടെ ഉള്ളത്തിൽ ദൈവം നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി താനത് അവതരിപ്പിച്ച നിമിഷം മുതൽ നിരവധി ശക്തമായ പ്രസംഗങ്ങൾ, പകൽക്കാലവും രാത്രികാലവും പ്രസംഗിച്ച എല്ലാ മെസ്സേജുകളും വളരെ ശക്തമായിരുന്നു. പകലത്തെ മെസ്സേജുകളൊക്കെ പലതും ലൈവിൽ എനിക്ക് കേൾക്കാനിടയായിത്തീർന്നു. രാത്രി യോഗങ്ങളിൽ എനിക്ക് വന്ന് പങ്കെടുക്കാനിടയായിത്തീർന്നു. വളരെ ശക്തമായി തന്റെ ദാസന്മാരെ ഉപയോഗിച്ച് നമ്മുടെ അകത്ത് ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആഴങ്ങൾ ദൈവം വെളിപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസനെ ദൈവസഭയുടെ ഓവർസർ ആയത് മുതൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ മകനെ ശക്തമായി ഉപയോഗിക്കുന്നല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ. വാക്യങ്ങൾ ഒത്തിരി വായിക്കാൻ സമയമില്ല, എങ്കിലും വേഗത്തിൽ 1-2 വാക്യങ്ങൾ. യോർദാനക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങിയില്ല. 32-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനിസിനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായി കൊണ്ട് തന്നെ. അടുത്തൊരു വാക്യം കൂടെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുവോളോ അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളുടെ തലനാരിഴ കീറി റോമാലേഖനം എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നമ്മൾ കേട്ടത് ക്രിസ്തു യേശുവിൽ നമ്മൾ പൂർണ്ണ ജയാളികൾ. ഒരല്ലേലൂയ പറഞ്ഞാൽ ഇവിടെ നമുക്ക് പലതിലും ജയിക്കാം, പക്ഷെ ആ ജയം സ്വർഗത്തിൽ നമ്മെ കൊണ്ട് എത്തിക്കുമോ എന്നുള്ളത് പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകത്തില് വളരെ ഗൗരവത്തോടെ എഴുതിയ വാക്യം നമ്മൾ വായിച്ചു കേട്ടു. യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. യഹോവ സത്യം ചെയ്ത് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കെനിസിയുടെ മകനായ കാലേബും നൂന്റെ മകനായ യോശുവയും ഒഴിച്ച് പുറപ്പെടുമ്പോൾ 20 വയസ്സിന് മേൽ എണ്ണപ്പെട്ട മറ്റാരും പ്രവേശിക്കുകയില്ല. അവർ നശിക്കുവോളം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ച ജനമാണ്. കുഞ്ഞാടിന്റെ മാംസ കൈപ്പുചീരയോടെ ഭക്ഷിച്ച ജനമാണ്. ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ട ജനമാണ്. മേഘത്തിന് കീഴെ സഞ്ചരിച്ച ജനമാണ്. അഗ്നിസ്തംഭത്തിന്റെ നിഴലിൽ സഞ്ചരിച്ച ജനമാണ്. പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ച ജനമാണ്. ഉലകത്തിൽ ഒരു മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലാത്ത ശക്തന്മാരുടെ ഭോജനം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത ഉലകത്തിലെ ഏക ജനം, മന്ന ഭക്ഷിച്ച ജനം, കാറ്റിൽ പറന്നു വന്ന കാടയെ ഭക്ഷിച്ച ജനം. നമുക്കൊക്കെ ആണ്ടിൽ ഒരു ജനറൽ കൺവെൻഷനേ ഉള്ളൂ. അവർക്ക് ആണ്ടിൽ 7 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ജനസമുദ്രങ്ങൾ പങ്കെടുക്കുന്ന 12 ഗോത്രങ്ങൾ പങ്കെടുക്കുന്ന 7 ഉത്സവങ്ങൾ, 5 യാഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അവരെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സമാഗമന കൂടാരം. ആ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന പെട്ടകം, പെട്ടകത്തിന് മീതെ കൃപാസനം, അതിന് മീതെ അതേ കെരൂബുകൾ എന്ന് വേണ്ട അകത്ത് പ്രമാണം, അതിന് കൂടെ മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, തളിർത്ത വടി, എല്ലാമുള്ള ജനം ആ കൂടെ സഞ്ചരിക്കുകയാണ്. അവരുടെ ഇടയിൽ ശക്തന്മാരായ ആളുകൾ പ്രവചിക്കാൻ തുടങ്ങി. ഉടനെ പ്രവാചകന്റെ പ്രവചനം കേട്ടിട്ട് യോശുവ ഓടി വന്ന് പറഞ്ഞു, മോശേ, നമ്മുടെ ജനത്തിന്റെ ഇടയിൽ ആളുകൾ പ്രവചിക്കുന്നു, അവരോട് മിണ്ടാതിരിക്കാൻ പറ. മോശെ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എല്ലാവരും പ്രവചിക്കട്ടെ എന്ന് ആഗ്രഹിച്ച മോശയുടെ കൂടെ സഞ്ചരിച്ച പ്രവാചകന്മാരുള്ള സ്ഥലം. അപ്പോൾ തന്നെ 70 ശ്രേഷ്ഠന്മാരായികളെ തിരഞ്ഞെടുത്തു. കൗൺസിൽ മെമ്പറായിട്ടോ, അതെ ജനറൽ ബോഡി ആയിട്ടോ, അല്ലെ ബിലീവ്
ഡിവൈസോടായിട്ട് എങ്ങനെയോ 70 പേരെ തെരഞ്ഞെടുത്തവരുടെ എല്ലാം മീതെ അതേ മോശയുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ഒരു ഭാഗം പകർന്നു കൊടുത്തു. നല്ലൊരു ഗായക സംഘത്തെ ഉണ്ടാക്കി. നമുക്ക് 30 ഉള്ളൂ, അവർക്ക് 120 മേളിൽ വരുന്ന ഒരു നല്ല ഗായക സംഘം. പാട്ട് ലീഡ് ചെയ്യാൻ നല്ലൊരു പ്രവാചകയായ മിരിയ, നല്ല ഒരു അധ്യക്ഷൻ. നമ്മുടെ കൂട്ട് വെള്ളയുടുപ്പൻ പാഞ്ഞു വിട്ട ആളല്ല, അതെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച ഒരു അഹരോൻ മഹാപുരോഹിതൻ. നിങ്ങളുടെ അല്ലേലൂയ പറഞ്ഞില്ല. അല്ലേലൂയ. യാഗം കഴിക്കാൻ ലേവ്യന്മാര്, ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാര്, യാഗപീഠം, താമ്രത്തൊട്ടി, പിച്ചള അലിയ വിളക്കുണ്ടാക്കി, നല്ല കവര വിളക്ക് അത് കത്തിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചയപ്പത്തിന്റെ മേശ എല്ലാം ഉണ്ടായി. അവരൊന്നിച്ച് ആരാധിച്ചു പോയി. ആരാധന ലീഡ് ചെയ്തവൻ അക്കരയ്ക്ക് പോയില്ല, ശുശ്രൂഷ ലീഡ് ചെയ്തവൻ അക്കരയ്ക്ക് പോയില്ല, നേതൃത്വം കൊടുത്ത മോശ അക്കരയ്ക്ക് പോയില്ല, നന്നായി ആരാധിച്ച മിരിയാം അക്കരയ്ക്ക് പോയില്ല, മഹാപുരോഹിതനായ ഹല്ലേലൂയ അഹരോൻ അക്കരയ്ക്ക് പോയില്ല. ഇന്ന് രാത്രി ജയോത്സവമായ ക്രിസ്തീയ ജീവൻ നയിക്കുമ്പോൾ ഇവിടെ ജയിച്ചില്ലെങ്കിലും അവിടെ ജയിക്കാൻ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച്, ഇവിടെ ജയിക്കാൻ ഒത്തില്ലെങ്കിലും ഞങ്ങൾ അവിടെ ജയിക്കുമെന്ന്. ഓ ഹല്ലേലൂയ. റോമാലേഖനം കഴിഞ്ഞൊരു ലേഖനമുണ്ട്. അത് പൗലോസിന്റെ കൊരിന്ത്യ ലേഖനമാണ്. നല്ല ശബ്ദത്തിൽ വായിക്കുന്ന സഹോദരിയാണല്ലോ, സമയമില്ലെങ്കിലും 1 കൊരിന്ത്യർ 10:1 മുതൽ 12 വാക്യം വേഗം വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലെ സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ക്രിസ്തുവിൽ പൂർണ്ണ ജയാളികളായ നാം പഴയ നിയമ ഇസ്രായേൽ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ഈ ക്രിസ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ, നല്ല സ്വത്രം പറയണം, ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നിട്ടും പ്രമാണം ഏറ്റുവാങ്ങിയ ജനം, കൂടാരവാതിക്കൽ ദൈവ തേജസ്സിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കണ്ട ജനം, മോശയുടെ മുഖത്തെ തൊക്കു പ്രകാശിക്കുന്നത് കണ്ട ജനം, ഓ അത്ഭുതങ്ങളുടെ കലവറകൾ കണ്ട ജനം, മരുഭൂമിയിൽ പതിയിരുന്ന പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നത് കണ്ട ജനം. ഇന്ന് രാത്രി ഓർത്തോണേ, ഇത്രയേറെ അത്ഭുതങ്ങൾ കണ്ട ജനം അക്കരെ എത്തിയില്ലെങ്കിൽ ഈ 2025 ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ ഓർപ്പിക്കട്ടെ, ഇവിടെ ഒത്തിരി ജയിച്ചില്ലെങ്കിലും എന്റെ പ്രിയരെ, വല്ല വിധേനയും നിത്യതയിൽ പോകുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടുത്തെ താൽക്കാലിക ജയമല്ല, ഇന്ന് രാത്രി നിത്യതയിലെ ജയം. ഓ റമന ശംദര രഗമന. ശലോമോൻ എന്ന ജ്ഞാനി പലതിലും വിജയിച്ചു കേട്ടോ. ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ, ധനികനായ, സുന്ദരനായ രാജാവ് ശലോമോന. ദൈവത്തെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചിറക്കിയവനാ, നമ്മുടെ കൂട്ടൊന്നുമല്ല. ശലോമോന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി. ശലോമോൻ ചോദിച്ച വരങ്ങൾ കൊടുത്തു. യുദ്ധമുണ്ടാകാതിരിക്കാൻ ബുദ്ധിശാലിയായ മനുഷ്യൻ സമീപ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ എല്ലാം മക്കളിൽ സുന്ദരികളായ 300ഓളം സ്ത്രീകളെ കല്യാണം കഴിച്ചു. എന്റെ മോള് പാർക്കുന്ന മരുമോനോട് യുദ്ധം ചെയ്യാൻ ഒരു അമ്മായിയപ്പനും വരത്തില്ലല്ലോ. കുലീനകളായ 300 ഭാര്യമാർ, അവരുടെ 700 വെപ്പാട്ടികൾ. യുദ്ധതന്ത്രങ്ങൾ പഠിച്ചവൻ യുദ്ധം ചെയ്യാതെ 40 വർഷം ഭരിച്ചു. മിടുക്കനായ ശലോമോനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ആലയം പണിതത്. പണി നടത്തിയവനാണ് സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ നമ്മളെക്കാളിലൊക്കെ മുമ്പിൽ പോകേണ്ട ശലോമോന. ഇവിടെ എന്തെങ്കിലും ചെറുതോ വലുതോ പണി പണിതവൻ അല്ല വലിയവൻ. ശലോമോൻ അവിടെ പോയില്ല. ഒരു സ്വത്രം ഈ രാത്രി പറയണം, എന്റെ സ്നേഹിത, ഇവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ടി കാണിച്ചിട്ട് ഫോട്ടോ വന്നതുകൊണ്ടോ പേര് വന്നതുകൊണ്ടോ നീ അക്കരയ്ക്ക് പോകത്തില്ല. ഇന്ന് രാത്രിയിൽ മറ്റെന്തിനേക്കാൾ, നിന്റെ പേരിനേക്കാൾ ഈ രാത്രി നിത്യത ഉറപ്പാക്കാൻ വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഒരു സാഹചര്യത്തിൽ വിജയിച്ചെന്ന് വന്നേക്കാം, മറ്റൊരു സാഹചര്യത്തിൽ തോക്കും. ഏത് ലോകത്തിലെ വിജയങ്ങളും താൽക്കാലികമാണ്. ഇവിടുന്ന് ഒരു നേതാവിനെ കാണാൻ വണ്ടി പിടിച്ചും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തും ബോംബെ പോയി. ഇന്ന ആൾ കൊച്ചിയിലോ റാന്നിയിലോ വന്നാൽ കാണാൻ നമ്മൾ പോത്തില്ല. പേര് ഞാൻ പറയുന്നില്ല.
കോട്ടയത്ത് വന്നവരെ കാണാൻ കേരളം മൊത്തം അങ്ങോട്ട് ഒഴുകി. ഇന്ന് തിരുവല്ലായി വന്നാൽ കാണാൻ നമ്മൾ പോത്തില്ല. നിങ്ങൾ ഗോത്രം പറഞ്ഞില്ല. എറണാകുളത്ത് വന്നവരെ കാണാൻ നമ്മളെല്ലാം കൂടെ പോയി. ആ പുള്ളി ഇന്ന് രാത്രി സ്റ്റേജിൽ വന്ന ആരും കൈ കൊടുക്കത്തില്ല. ഇവിടെ വന്ന് വിജയിച്ച പലരും തോറ്റു തൊപ്പിയിട്ടു. ഇന്ന് രാത്രി ക്രിസ്തുവിലെ ജയം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിനയവും നിന്റെ താഴ്മയും നിന്റെ വിശുദ്ധിയും നിന്റെ ദൈവകൃപയും ഇന്ന് രാത്രി ലോകമറിയട്ടെ. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിന് പിള്ളാരെ കൊടുത്തു, കണ്ണെത്തി കാണാമെന്ന് ദേശമെല്ലാം കൊടുത്തു. ഇസ്ഹാക്കിന് വിളച്ചിടത്തെല്ലാം 100 മേനി വിളവ് കൊടുത്തു. കുഴിച്ചിടത്തെല്ലാം ഇഷ്ടം പോലെ വെള്ളം കൊടുത്തു. യാക്കോബിന് 2 ഭാര്യമാരും 2 ദാസിമാരും പിള്ളേരും ഇഷ്ടം പോലെ കൊടുത്തു. അവരെയൊക്കെ അനുഗ്രഹിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ പത്രോസിനെ അനുഗ്രഹിച്ചെന്നല്ല, തലകീഴായി ക്രൂശിച്ചെന്ന. പുതിയ നിയമത്തിൽ അവൻ ഉച്ചം പോലെ നനപ്പെടുന്ന സേഫാദോസിനെ കല്ലെറിഞ്ഞു കൊന്നെന്ന. പുതിയ നിയമത്തിൽ പൗലോസിന്റെ കരുത്ത് വെട്ടിക്കളഞ്ഞെന്ന. പുതിയ നിയമത്തിൽ യാക്കോബിനെ ഈർച്ചവാളാൽ അറുത്തു കൊന്നെന്ന. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ അനുഗ്രഹമല്ല കേട്ടോ, പുതിയ നിയമത്തിൽ കഷ്ടതകളിലൂടെ. അതുകൊണ്ട് യേശു പറഞ്ഞ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവർക്ക് ഈ രാത്രി സകലത്തെയും ജയിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ഞാൻ വേഗം നിർത്താം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ. ഇവിടെ 2 ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ജയാളിയായ ക്രിസ്തു, എല്ലാവരും പറഞ്ഞേ. 2 തോറ്റ പിശാച്. അത് നിങ്ങൾ ഏറ്റു പറഞ്ഞില്ല. തോറ്റ പിശാചിന്റെ പേര് വെട്ടേറ്റ് നിലത്ത് വീണവൻ. അവൻ 6 ചിറകുണ്ടായിരുന്നു. ഒറ്റവെട്ടിന് 6 ചിറകും പോയിട്ട് അവൻ പാമ്പ് പോലായി പോയി. നമ്മുടെ ഈ പറന്നു പോകുന്ന ഈയലിന്റെ ചിറക് പോകുമ്പോൾ നിലത്തൂടെ എഴയുന്ന പോലെ മേളി പറന്നവൻ താഴെ എഴയാൻ തുടങ്ങി. വെട്ടേറ്റ് വീണവന്റെ പണി എഴയുക. എഴയുന്നവൻ അകത്ത് കയറിയ നിന്റെ ഹല്ലേലൂയ എഴഞ്ഞായിരിക്കും. എഴുന്നവൻ അതിലെ യോഗത്തിന് വരുന്നതും പോകുന്നതും എഴഞ്ഞായിരിക്കും. നിന്റെ സ്വോത്രം പറച്ചിൽ എഴഞ്ഞായിരിക്കും. ഇന്ന് രാത്രി എഴയുന്നവൻ ആരെ അകത്ത് കയറരുത്. പിശാചി ലോകത്തിൽ വന്ന് വെട്ടേറ്റ് വീണെങ്കിൽ അവൻ എഴയുന്നവനാ. സ്വോത്രം പറയണം. ഹല്ലേലൂയ. എഴയുന്നവന് ഗേറ്റൊന്നും വേണ്ട, ആരെ ക്ഷണക്കത്തും വേണ്ട. ചുറ്റും പെൻസിങ് കിട്ടി ഏതിനകത്തവൻ നുഴഞ്ഞു കയറി അവൻ എഴഞ്ഞു മരത്തേ കയറി. അമ്മാമയ്ക്ക് ഫ്രൂട്ട്സ് പറിച്ചു കൊടുത്തു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. എഴയുന്നവൻ എന്തും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്റെ ഉറപ്പ്, അവന്റെ തലയെ കർത്താവ് തകർച്ചതാണ് നമ്മുടെ ജയം. ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യന്റെ പണി എന്ന് പറയുന്നത് നിമ്രോദിന്റെ ബാബേൽ ഗോപുരം കേട്ടോ. നിമ്രോദ് പണിത പണി തമ്പുരാൻ കാണാൻ ഇറങ്ങി വന്നെങ്കിലും പാച്ച കലക്കി പൊളിച്ചു കളഞ്ഞു. പാച്ച കലങ്ങിയ കുടുംബം പൊളി, പാച്ച കലങ്ങിയ ഭാര്യയും ഭർത്താവും പൊളി, പാച്ച കലങ്ങിയ മക്കളും അപ്പനും അമ്മയും പൊളി, പാച്ച കലങ്ങിയ കമ്മിറ്റി സഭയും പൊളി. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. കമ്മിറ്റി പറഞ്ഞ പാഷയ്ക്കും പാഷ പറഞ്ഞ കമ്മിറ്റിക്കും മനസ്സിലായില്ലെങ്കിൽ, അമ്മാമ്മ പറഞ്ഞ അച്ഛനും അച്ഛൻ പറഞ്ഞ അമ്മാമ്മയ്ക്കും മനസ്സിലായെങ്കിൽ പാഷ കലങ്ങിയാലെല്ലാം പൊളി. അതുകൊണ്ട് കർത്താവ് സഭ പണിതപ്പോ പാഷ തന്നേ. പാഷ തന്നെ പാട്ട് കൈമാശത്തുമ്പോ 2 മുറി അന്യ ഭാഷ പറയാനല്ല, പൊളിഞ്ഞതിനെ പണിയാനാ. ഇന്ന് രാത്രി ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ പൊളിഞ്ഞതിനെ പണിയണമെങ്കിൽ ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. എവിടെ പൊളിഞ്ഞാലും, കുടുംബം പൊളിഞ്ഞാലും, വ്യക്തി പൊളിഞ്ഞാലും, തലമുറ പൊളിഞ്ഞാലും, സഭ പൊളിഞ്ഞാലും പണിയാനൊരു ഭാഷയുണ്ട്. അത് അഭിഷേകത്തിന്റെ അന്യ ഭാഷയോ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഭാഷ വെളിപ്പെട്ടാൽ മർക്കോസിന്റെ മാളികയിൽ ആള് കൂടിയത് സുപ്രസിദ്ധ ലോക പ്രസംഗകനായ അഭിമന്യ പത്രോസ് പ്രസംഗിക്കുന്ന നോട്ടീസ് അടിച്ചല്ല. സമാപന സന്ദേശം പത്രോസ് പറയാമെന്ന് പറഞ്ഞല്ല ആള് കൂടിയേ. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവര് പെന്തക്കോസ് പെരുന്നാളിന് വന്ന ഇതിനേക്കാളൊക്കെ ഭയങ്കര ആളാ. പെന്തക്കോസ് പെരുന്നാളിന് വന്നവരൊരു പുതിയ ഭാഷ കേട്ടു. ഭാഷ കേട്ടവരെല്ലാം ഓടി ഇവിടെ കൂടി. 3000 പേരാണ്, തെറ്റിദ്ധരിക്കല്. സ്നാനപ്പെട്ടവരുടെ എണ്ണം 3000. അവിടെ 10000 കൂടിയേ. ഇന്ന് രാത്രി ഇവിടെ 10000 വന്നാലും സ്നാനപ്പെട്ടവരുടെ പേരെ ലിസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ലിസ്റ്റ് വരുന്നവർക്ക് അല്ലേ പറഞ്ഞേ. ഇല്ലാത്തവർക്ക് നാളെ രാവിലെ 8 മണിക്ക് മാമച്ചപ്പാസ് സ്നാനം കൊടുക്കണം. ഓവർസിൽ പറഞ്ഞ സ്നാനമുണ്ട്. നീ ഈ പന്തല് വിട്ട് മുമ്പേ സ്നാനത്തിന്റെ ഫോം പൂരിപ്പിച്ച് സെക്രട്ടറി കൊടുത്തിട്ടേ പോകാവുള്ളൂ. ഒരല്ലേ പറഞ്ഞേ. അവിടെ 10000 കൂടി. പക്ഷെ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അല്ലേ പറയണം. അവിടെ പാട്ട് കേട്ടല്ല ആള് വന്നേ, പ്രസംഗം കേട്ടല്ല ആള് വന്നേ. ഈ 120 വായിൽ ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ സാമുദായിക ബന്ധനമഴിഞ്ഞു, ജാതീയ ബന്ധനമറിഞ്ഞു, മതത്തിന്റെ കെട്ടഴിഞ്ഞു. തിരുവല്ല പട്ടണത്തിൽ നിന്ന് രാത്രി സാമുദായിക കെട്ടഴിയണമെങ്കിൽ നിന്റെ അതരത്തിൽ ദൈവത്തിന്റെ ഭാഷ വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഭാഷ വെളിപ്പെട്ടാൽ Praise the Lord. Praise the Lord.
മുഖം ശോഭിച്ചവൻ അക്കരയ്ക്ക് പോയില്ല. മാർപ്പതക്കവും തുമ്മീമും ഊറീമും നിലയങ്കി നീലവസ്ത്രവും ഒക്കെ ധരിച്ചവൻ അക്കരയ്ക്ക് പോയില്ല. തപ്പുകൊട്ടി ആരാധിച്ചവൾ അക്കരയ്ക്ക് പോയില്ല. എന്നാൽ രണ്ട് പാവങ്ങൾ അക്കരയ്ക്ക് പോയി. ഇന്ന് രാത്രി ഇവിടെ ഒന്നും സാധിച്ചില്ലെങ്കിലും ഞാൻ അക്കരയ്ക്ക് പോകുന്ന ഉറപ്പുള്ളവര്, നിത്യത മുൻപിൽ കണ്ടവര്, നിനക്ക് വേണ്ടി തുറന്നിട്ടൊരു സ്ഥലമുണ്ട്. അവൻ ജയിച്ചവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ജയിക്കുന്നവന് ഞാൻ അത് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ജയാളിക്ക് വേണ്ടി ജയാളികൾ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി ലോകത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്ന് നിനക്കൊരു ജയം തരേണ്ടതിന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 വാക്യം ഒന്ന് വായിച്ചു, ചിലപ്പോൾ സമയമില്ലെങ്കിലും. ഏതു ഭവനവും ചാപ്പാൻ ഒരാൾ വേണം. സമയമില്ലാത്ത ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇറങ്ങിത്തിരിച്ചവരുടെ ഹൃദയം കഠിനമായി. അവർ ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും മറുത്തു മത്സരിച്ചു. മത്സരികളുടെ എണ്ണം പെരുകി. പ്രൈസലോ, അവരുടെ ആദ്യ വിശ്വാസം അവർ വിട്ടുകളഞ്ഞു. അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം അവർക്കുണ്ടായി. അവരുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടു. അവർ പരസംഗം ചെയ്യാൻ തുടങ്ങി. അവർ പിറുപിറുത്തു. അവർ ദുർമോഹികളായി. ഒരു സ്വത്രം പറയണം, അവർ ദുർമോഹികളായി. എന്തെല്ലാം കിട്ടിയാലും തികയാത്തതുപോലെ ആർത്തിയുള്ളവരായി മാറി. ഹല്ലേലൂയ. അവർ പലതിന്റെയും പുറകെ ഓടി. സമ്പത്തിന്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ പുറകെ, പദവികളുടെ പുറകെ ഒക്കെ അവർ ഓടി. പലതും കണ്ട് ദുർമോഹിച്ചു. ദുർമോഹികളായവരെ കണ്ടിട്ട് ദൈവത്തിന് നീരസം തോന്നി. ഈ 5 ദിവസമായിട്ട് നമ്മുടെ ആരാധന കണ്ട് ദൈവം പ്രസാദിച്ചോ അതോ ദൈവത്തിന് നീരസം തോന്നിയോ? നിന്റെ വരവ്, നീ രക്ഷിക്കപ്പെട്ടത്, നീ സ്നാനപ്പെട്ടത്, നീ അഭിഷേകം പ്രാപിച്ചത്, നീ ആരാധിക്കുന്നത് എന്റെ ദൈവത്തിന് പ്രസാദമാണെന്ന് വിശ്വസിക്കുന്നവര് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി മറ്റാരെയും പ്രസാദിപ്പിച്ചില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ സമാപന വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേക്കണേ സഹോദരി വേഗത്തിൽ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അവസാന വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത വാക്യം അതിന്റെ മുകളിൽ നിന്ന് ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ മൂടുപടമിട്ടൊരു വിഭാഗത്തെ സഭയ്ക്കകത്ത് കാണുകയാണ്. നമ്മളത് കാണാൻ തുടങ്ങിയ 19 മുതലാ. കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ മൂടുപടം കാണുന്നത്. അത് മുഖത്ത് കെട്ടിയാൽ പിന്നെ ചെറിയാനാരാ, മത്തായി ആരാ, തോമാച്ചനാരാ ആർക്കും പിടികിട്ടത്തില്ല. സ്തോത്രം. പലരും മുഖം 19 മുതൽ മാസ്ക് വെച്ച് മറച്ചു. അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പം ബയോമെട്രിക് ഉണ്ടാക്കി. മുഖം വേണ്ട, കണ്ണും കൈയും മതി. സ്തോത്രം പറഞ്ഞില്ല. കാരണം യഥാർത്ഥ മുഖം പതിയാൻ പാടാന്ന് മനസ്സിലായി. എല്ലാവരുടെയും മുഖത്ത് മുഖം മൂടി വെച്ചിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നീ ന്യായപ്രമാണത്തിന്റെ പേര് പറഞ്ഞ്, പരീക്ഷ പദ്ധതിയുടെ പേര് പറഞ്ഞ്, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, ഞാനാണ് ഏറ്റവും വിശുദ്ധൻ, ഞാനാണ് പ്രാർത്ഥനക്കാരൻ, ഞാൻ പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ എന്നൊക്കെ വ്യാജ മുഖങ്ങൾ കാണിച്ച് മുഖം മൂടി വെച്ച് പലരെയും വഞ്ചിച്ചുകൊണ്ട് ചിലരൊക്കെ മുന്നോട്ട് പോയപ്പോൾ പൗലോസ് പറഞ്ഞു, ഈ മുഖം മൂടി ഒന്ന് കീറിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്ത് വഹിക്കാൻ എത്ര തയ്യാറുണ്ട്? ഈ 102-ാമത്തെ കൺവെൻഷന്റെ 5-ാമത്തെ രാത്രിയിൽ ക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നുയർത്തിക്കേ. പ്രിയരെ, മൂടുപടങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഇല്ലാത്ത വിശുദ്ധി, ഇല്ലാത്ത ഭക്തി, ഇല്ലാത്ത അധികാരവും ഇല്ലാത്ത അഭിഷേകവും ഒക്കെ കാണിച്ച് ജനത്തെ വഞ്ചിക്കാതെ ഇന്ന് രാത്രി ഉള്ള അഭിഷേകത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറുള്ള മൂടുപടങ്ങളെ കീറിക്കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ചൂടടയാളം. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. 2 തോണിയിൽ കാല് വെച്ച് പോകുന്നവരായിട്ടല്ല, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു നിർമ്മല കന്യകയായിട്ട് പോകുവാൻ. ഞാൻ വിവരിക്കുന്നില്ല. 10 പേർ ഒന്നിച്ച് വിളക്കിൽ എണ്ണയും കൊണ്ട് പോയി കേട്ടോ. 5 പേര് 8 നിലയെ തോറ്റുപോയി. 2 പേര് തിരികല്ലി പൊടിക്കാൻ പോയി. ഒരാൾ 8 നിലയെ തോറ്റുപോയി. 2 പേര് വയൽ ഒന്നിച്ചു പണന്നു. ഒരുത്തൻ പോയി, ഒരുത്തൻ തട്ടി. 2 പേര് കിടക്കെ കിടന്നു. ഒരുത്തൻ പോയി, ഒരുത്തി പോയില്ല. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി പ്രിയരെ, നമ്മളാ എടുക്കപ്പെട്ട 5 പേരുടെ കൂട്ടത്തിലോ അതോ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലോ
ലാസ്റ്റ് മൂവ്മെന്റ് വരെ കാത്തിരുന്നവരാ. എണ്ണയില്ല എന്ന ഒറ്റ കാരണത്താൽ ലാസ്റ്റ് മിനിറ്റിൽ 5 പേര് ജയിക്കാതെ പോയെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. സ്വത്രം പറയണം. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ, നിന്നെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും വിളിച്ച കർത്താവ് നിന്നെ അറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവുള്ളവനെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവിന്റെ വചനമകത്തുള്ളവനെ കർത്താവ് അറിയുന്നുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയുള്ള, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, പൂർണ്ണ സമർപ്പണമുള്ള, ദൈവവചനം പാനം ചെയ്യുന്ന, ഹൃദയശുദ്ധിയുള്ള, പാപത്തോട് വെറുത്തു നിൽക്കുന്ന, പ്രാണത്യാഗത്തോളം പാപത്തോട് വെറുക്കുന്ന, മരണത്തെ ഭയപ്പെടാത്ത, പിശാചിന്റെ പിടിയിൽ അമരാത്ത ഒരു വിശുദ്ധ സഭയെ വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തോടൊന്ന് അടുക്ക് നിൽക്കുന്ന, ആത്മീക ആരാധന സന്തോഷം അനുഭവിച്ചറിയുന്ന പാപത്തിൽ നിന്ന് മോചനം കിട്ടി. പക വിട്ടുമാറിയിട്ടുണ്ടോ? പിണക്കം വിട്ടുമാറിയിട്ടുണ്ടോ? കോപം വിട്ടുമാറിയിട്ടുണ്ടോ? ഗ്രൂപ്പിസം വിട്ടുമാറിയിട്ടുണ്ടോ? ഒരു പക്ഷത്തെ ഉയർത്തി ഒരു പക്ഷത്തെ താഴ്ത്തുന്ന മനോഭാവം നിനക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുറച്ച് ഷൈൻ ചെയ്യാമായിരിക്കും, പക്ഷെ 2 പേരെ അക്കരയ്ക്ക് പോയുള്ളൂ. ഇന്ന് രാത്രി 2 പേര് മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നിട്ട് മാറിയിട്ട് വാഗ്ദത്തത്തെ കൈ പിടിച്ചപ്പോൾ യോർദാൻ അവന്റെ മുമ്പിൽ വഴിമാറിക്കൊടുത്തു. യെരിഹോവിന്റെ കോട്ട അവന്റെ മുമ്പിൽ വഴിമാറിക്കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യമുഖം നോക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിന്റെ ഹിതത്തിനായി നീ സ്റ്റെപ്പുകൾ വെക്കുമെങ്കിൽ ജയാളിയായി പോകുവാൻ. ജാതികൾ പിടിച്ചടക്കി വെച്ചതല്ല. ഒറ്റയ്ക്ക് യോശുവ വെട്ടിപ്പിടിക്കാൻ കാരണം അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ജയാളിയായ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. അവൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരു ദൂതനെ പോലെ മുമ്പിൽ വെളിപ്പെട്ട് പറഞ്ഞു, യോശുവയെ നീ ഭയപ്പെടണ്ട, അക്കരെ കടത്തിയെങ്കിൽ വാഗ്ദത്തം നിന്റെ കൈ തരാൻ ഞാൻ മതിയായവനാണ്, ഞാൻ ജയിച്ചവനാന്ന് പറഞ്ഞ് യോശുവയ്ക്ക് വാഗ്ദത്തങ്ങൾ 1, 2 എന്ന് പറഞ്ഞ് അളവ് നൂല് മനോഹര ദേശത്തിട്ട് ജനത്തിന് വിഭജിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പക്കലും ചില വാഗ്ദത്തങ്ങൾ ദൈവത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും ഇന്ന് രാത്രി വെട്ടി മാറ്റിക്കൊണ്ട് ഒരു ജയോത്സവത്തിന്റെ ആരാധന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാരും മന്ന തിന്നില്ല. നമ്മളാരും അറുക്കപ്പെട്ട കുഞ്ഞാന്റെ മാംസം ഡയറക്റ്റ് കഴിച്ചില്ല. നമ്മൾ ബേക്കറിലെ അപ്പം ആതാന്നും പറഞ്ഞ് കഴിക്കുന്നത്. നമ്മളാരും കുഞ്ഞാന്റെ രക്തം കട്ടളപ്പടിമേ പെരേണ്ടത് കണ്ടില്ല. ഒറിജിനൽ രക്തം കണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. അവരക്കരെ പോയില്ല. എബ്രായ ലേഖനം 3, 4, കൊരിന്ത്യ ലേഖനം 10, സംഖ്യാപുസ്തകം 32 ഇത് ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ റോമാലേഖനത്തിൽ ജയിച്ച നമുക്കപ്പുറത്തൊരു കൊരിന്ത്യ ലേഖനമുണ്ട്. അതും പൗലോസ് എഴുതിയതാ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഒരു സ്തോത്രം പറയുമോ? പ്രസംഗിക്കുന്ന എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വൃഥാവായി പോയെന്ന് ക്രിസ്തുവിന്റെ നാളിൽ പറയാതിരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഓടിയത് ശരിയായ ട്രാക്കിലൂടെയാ. ഞാൻ ഓടുന്നത് ശരിയായ ട്രാക്കിലൂടെയാ. ഞാൻ ആ വിജയം പ്രാപിക്കും. ഞാൻ ആ ജയം പ്രാപിക്കും. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യോഹന്നാൻ പത്മോസിൽ ചെന്നപ്പോ ആദ്യം കണ്ടത് തേജോമയനായ യേശുവിനെയാ. നീ കഷ്ടതയിൽ ആദ്യം കാണേണ്ടത് യേശുവിനെയാ. യേശുവിനെ കണ്ടവൻ രക്തം കൊണ്ട് വീണ്ടെടുത്ത് 7 സഭകളെ കണ്ടു. സഭകളെ കണ്ടവൻ സ്വർഗത്തിലെ ആരാധന കണ്ടു. 4-5 അധ്യായത്തിലെ ആരാധന കണ്ടു. ആരാധനയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന വലിയ പുസ്തകം തുറക്കാൻ ആരെയും കാണായികയാൽ സ്വർഗമെന്നറിയാതെ യോഹന്നാൻ കരഞ്ഞു. അവിടെ കരച്ചിലില്ലെന്ന് എഴുതിയേക്കുന്നേ. കരച്ചിലില്ലാത്ത സ്വർഗത്തിൽ യോഹന്നാൻ കരഞ്ഞു. പുസ്തകം തുറക്കുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും ആരെയും കാണായികയാൽ യോഹന്നാൻ കരഞ്ഞപ്പോൾ ഒരു ദൂതൻ എഴുന്നേറ്റ് പറഞ്ഞു, യോഹന്നാനെ കരയണ്ടടാ, ഒരുത്തൻ ജയം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിൽ സഭ കാണേണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാ. സന്തോഷമുള്ളവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിക്കണം. സഭ ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ കാണേണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയോ. അറുക്കപ്പെട്ട കുഞ്ഞാട് 2 കൈയിലും വിലാപ്പുറത്തും കാലിലുമൊക്കെ മുറിവായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റാർക്കും മുറിവില്ല. ഒരു ഹല്ലേലൂയ പറയണം. യോഹന്നാന് മുമ്പേ മരിച്ച രക്തസാക്ഷികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. തല പോയവൻ തല ഉള്ളവനായിട്ട് നിന്നേ. പ്രൈസ് ദി ലോർഡ്.
പക്ഷെ ഒരാൾ മാത്രം മുറിവേറ്റ് നിൽക്കുകയാ. ഒരു കുഞ്ഞാട്. ഇന്ന് രാത്രി ആര് ജയിച്ചാലും ജയിച്ചവൻ ഉയർത്താനൊന്നുണ്ടെങ്കിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് മുറിവേറ്റ് നിൽപ്പുണ്ട്. നീ ചെല്ലുമ്പോ കാണാൻ കഴിയുന്ന അവനെയാണ്. ഇന്ന് രാത്രി അകത്തളത്തിൽ ഒന്ന് ഉയർത്തു വരട്ടെ, നിനക്ക് വേണ്ടി, നിനക്ക് ജയം തരാൻ വേണ്ടി. ഞാനൊക്കെ തോറ്റു തൊപ്പിയിട്ട ആളാകട്ടു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശ്രേഷ്ഠനും ഒന്നുമല്ല. ഞാനൊരു സാധുവായ മലയോര കർഷകന്റെ പാപികളിൽ പ്രധാനിയായ ഒരു മനുഷ്യനാണ്. തോറ്റേന് കണക്കില്ല. എല്ലാ മേഖലയിലും തോറ്റുപോയി. 84 ഇന്നലെ പുസ്തകം പ്രകാശനം ചെയ്ത പാസ PC എബ്രഹാം എന്ന പാപ്പച്ചായന്റെ ഒരു ശുശ്രൂഷ ഇവിടെ രക്ഷിക്കപ്പെട്ടു വന്ന അന്ന് തുടങ്ങിയ ജയമാണ്. അയ്യോ, 84 ജൂലൈ 12 തുടങ്ങിയ ജയമാ ഇന്ന് രാത്രി വരെ ജയിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയരെ, കർത്താവ് തന്ന ജയമല്ലാതെ പുകഴാനൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ എന്റെ യേശു തന്ന കൃപയല്ലാതെ ഒന്നുമില്ല. ഉറപ്പുള്ളവര് ഈ അത് ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരെ, നമുക്ക് പുകഴാനുണ്ടെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം ചേർന്ന് പറയുമോ, നിന്റെ രക്തത്താൽ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ. പ്രത്യാശയോടെ ചേർന്ന് പറഞ്ഞേ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഓ രാമന ശബ്ദരാധര. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടി പന്തൽ ഉലാവുകയാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഓരോ ദിവസം ജനം കൂടി വരുന്നു. ഓരോ മെസ്സേജുകളും ശക്തമായി കൊണ്ടിരിക്കുന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ചു തുടങ്ങി അന്ന് മുതൽ ഒരു വലിയ ആത്മീക ചൈതന്യം ഈ പന്തൽ വ്യാപരിക്കുക. LM-ന്റെ മീറ്റിംഗ് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ സിസ്റ്റർ ഹെലന് ഒരു 10 വർഷം LM-ന്റെ മീറ്റിംഗ് നടത്തി. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ആ ശൈലിയൊക്കെ കേട്ടപ്പോൾ നല്ല സംഘാടക ശക്തിയുള്ള, പ്രസംഗ ശൈലിയുള്ള, നല്ല പരിചയത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ എല്ലാം ദൈവത്തിന് നിയോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി പ്രിയരെ, നീ ഒന്നുമല്ലാതെ ലോകം പറഞ്ഞാലും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നിന്റെ കൂടാരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു വിധത്തിൽ മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട്. വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാൻ നിർത്തട്ടെ, ശ്രദ്ധിച്ചേ. ലോകം മുഴുവൻ പാപത്തിൽ വീണപ്പോൾ, മനുഷ്യൻ ബോധിച്ച പോലെ ജീവിച്ചപ്പോൾ, ബോധിച്ചോളുമാരെല്ലാം ഭാര്യമാരായിട്ട് എടുത്തപ്പോൾ, തമ്പുരാന്റെ കോപം ചൊടിച്ച് ന്യായവിധി വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യന് കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവന്റെ ഭാര്യയോട് ആ കൃപ പകർന്നു. അപ്പനും അമ്മയും കൂടെ 3 ആൺപിള്ളേർക്ക് കൃപ പകർന്നു. 3 ആൺപിള്ളേർ ഭാര്യമാർക്ക് കൃപ പകർന്നു. 8 പേര് കൂടി ഒരു പ്രൊജക്ട് തയ്യാറാക്കി. പ്രൊജക്ട് 8 പേര് തന്നെ നിവർത്തിച്ചു. തിരുനെല്ലിവേലി 175 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പൈസയില്ല, 300 കോടി രൂപ വേണം. പക്ഷെ നോക 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരം, 3 നില ഗോപുരമരം പണിയാൻ ഒരു അമേരിക്കയുടെ പൈസ വന്നില്ല. അപ്പന്റെ ദർശനമാണ്. തോറ്റ ഭൂമിയിൽ, ന്യായവിധി ഇറങ്ങിയ ഭൂമിയിൽ ഒരപ്പന് ദർശനം കിട്ടി. കൃപ ലഭിച്ചപ്പോൾ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചെങ്കിൽ, അല്ല ഇന്ന് രാത്രി പെർമനന്റ് പന്തല് പണിയാൻ പൈസ വേണ്ട, തുടങ്ങിയാൽ മതി, ദൈവം തരും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തിന്റെ പൈതലെ, ഒരുത്തന് ദർശനമുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരുത്തന് ദർശനമുണ്ടെങ്കിൽ ലോകം മുഴുവൻ തോറ്റപ്പോൾ നോക ജയാളിയായി. സ്വത്രം പറഞ്ഞില്ല. ഒരാൾ ജയാളിയായി. ജയാളി അവനെ വിളിച്ചു ചോദിച്ചേ, എങ്ങനെ പറഞ്ഞ ജയാളിയായേ? എല്ലാവരും താഴോട്ട് നടക്കുക. കാരണം മഞ്ഞ് പൊങ്ങിയ ഭൂമി നനയ്ക്കുന്നത്, പയർ വിതയ്ക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിലെ ഓവർസീസ് പറഞ്ഞ പോലെ തക്കാളി വളരുന്നതൊക്കെ നിരത്തോട്ട് നോക്കിയാൽ മഞ്ഞ് പെയ്യുന്നു. എല്ലാവരും താഴോട്ട് നോക്കും. ഒരു മനുഷ്യൻ മാത്രം മേലോട്ട് നോക്കി നടക്കുക. താനെന്നാണ് മേലോട്ട് നോക്കുന്നത്? ഉത്തരം പറഞ്ഞു, കാണാത്ത കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലാത്തത് ഞാൻ കണ്ടു. 2025 കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് അതിവിടെ സംഭവിക്കുമെന്ന്, അതിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി താഴോട്ട് നോക്കാതെ കൃപ തരാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ നിന്നെ കുടുംബത്തെ ആരാരാത്ത് പർവ്വതത്തിക്കൊണ്ട് ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, തോറ്റവർ നിറഞ്ഞ ലോകത്തിൽ ഒരുത്തൻ ജയിച്ചു. ജയിച്ചവന്റെ പേര് നോഹേന്ന്. നോഹേ, നീ എങ്ങനെ ജയിച്ചേ? ഉത്തരം, വിശ്വാസത്താൽ. എല്ലാവരും പറഞ്ഞു, ക്രിസ്തുവിലെ സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ട ജയം. അത് കഷ്ടതയോ ന്യായവിധി വരട്ടെ. ന്യായവിധി വന്ന കൂടുതലുള്ള എല്ലാം കൂടെ ചത്തു പൊങ്ങട്ടെ. അതിന് നടുവ് നിന്റെ പെട്ടകർ ഇങ്ങനെ പൊങ്ങും. ആരെല്ലാം പിടിച്ച് താക്കാൻ നോക്കിയാലും തമ്പുരാൻ പൊക്കാൻ തുടങ്ങിയാൽ താഴത്തില്ല, അത് പൊങ്ങും. പൊങ്ങി ആരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കും. ദൈവം പറയുമ്പോൾ കിളിവാതിൽ തുറക്കും. ഇന്ന് രാത്രി ചില പച്ച ഒലിവലകളുമായി പ്രാക്കൾ നിന്റെ കൂടത്തേക്ക് പറന്നു വരും. വിശ്വസിക്കുന്നവർ മാത്രം. ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞ, ഇനി മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞ ഇരുട്ട് മൂടിയ മണ്ഡലത്തിൽ നിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ജയത്തിന്റെ നന്മകൾ മുളച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലിലുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇടത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ശൂന്യതകളുടെ നടുവിൽ മുളയ്ക്കുന്ന ദൈവകൃപ. ഒറ്റ വാക്ക്, ഞാൻ സമയം കൃത്യമായി പാലിക്കുന്നു. ഒറ്റ വാക്ക്,
ഇനി ഒന്നും മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞ് വെട്ടേറ്റവൻ വീണപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ദൈവപുത്രന്മാര് പോലും ആർത്തുല്ലസിച്ച ഭൂമി പാഴായിപ്പോയി. അവൻ വീണാൽ എല്ലാം പാഴാകും. അവൻ വീണ ശൂന്യമാകും. അവൻ വീണ ആഴത്തിൽ താഴും. അവൻ വീണ മീതെ വെള്ളം മൂടും. അവൻ വീണ ഇരുട്ട് മൂടും. സ്വത്രം. പക്ഷേ പരിഹരിക്കുന്നത് എങ്ങനെ? ഒറ്റ മാർഗം. അതിന്റെ മീതെ, അതുക്ക് മീതെ ആത്മാവ് പരിവർത്തിക്കണം. ഇന്ന് രാത്രി മൂടിപ്പോയ പല നന്മയുടെ മീതെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയാൽ മൂടിയതെല്ലാം പൊങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവര് നല്ല ഒരു ആരാധന കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ വേഗം നിർത്തട്ടെ, 2 വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെല്ലാം കൽപ്പനയാകട്ടെ. എഴയുന്നവന്റെ കൂട്ട് എഴയവല്ല, കൽപ്പനയാ. എന്താ കൽപ്പന? ഇരുട്ട് മാറട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, ഭൂമി കാണായി വരട്ടെ. ഉണങ്ങിയതിനെ കാണായി വന്നു. ഉടനെ ഞങ്ങളെല്ലാം കൂടെ കൊണ്ട് പയർ വിതച്ചെന്നല്ല, അതുതരം സസ്യങ്ങളും അതുതരം വൃക്ഷങ്ങളും മുളച്ചു വന്നു. പിശാച് പറഞ്ഞ ഇനി ആയുസ് മുളയ്ക്കത്തില്ലെന്നാ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഉയർന്നു വന്നാൽ മുളച്ചു വരും. നിന്റെ കൂടാരത്തിൽ ഇനി മുളയ്ക്കത്തില്ല, നന്മ മുളയ്ക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഈ രാത്രി ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ആത്മാവി ചിലതിനോട് കൽപ്പിക്കാൻ തുടങ്ങുന്ന രാത്രി ഈ യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നീ പറ, ഇരുട്ട് മാറട്ടെ, എനിക്ക് ഉയരാൻ കഴിയാതെ മൂടിക്കിടക്കുന്ന ഇരുട്ടുകൾ ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ വെളിച്ചം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം നന്നായിട്ട് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ശൂന്യതകൾ മാറുകയാ, ചില പാഴുകൾ മാറുകയാ, ചില ഇരുട്ടുകൾ മാറുകയാ, ചില ശാപങ്ങൾ മാറുകയാ. പുതിയ ചിലത് നിന്റെ കൂടാരത്തിൽ മുളച്ചു വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റോ. അഭിഷേക്ത ഗണം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സെൽവരാജ പാസുണ്ട്, റാബേൽ പാസുണ്ട്, സണ്ണി പാസുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സൂപ്രണ്ട്, ഓവർസർ, അസിസ്റ്റന്റ് ഓവർസർ, സെക്രട്ടറി എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനകത്ത് അല്പ നിമിഷങ്ങൾ ശക്തമായ 4 ദൂതുകൾ കേട്ടല്ലോ. നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ